വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ്. നമുക്കൊരു 30+ ഒക്കെ ഏജ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ മുഖത്താണെങ്കിൽ തന്നെ പെട്ടെന്ന് ചുളിവുകൾ വീഴാൻ തുടങ്ങും. പിന്നെ ജോലിയുടെ സ്ട്രെസ്സ്, പിന്നെ വീട്ടിലെ കാര്യങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നെ ഒട്ടും നമ്മൾ കെയർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി കെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഓക്കെ, അത് അവരുടെ സ്കിൻ ടോൺ അത് ക്ലിയറായിട്ട് ഒരു പ്രോപ്പറായിട്ട് വെക്കാൻ അവർക്ക് കഴിയും. ബട്ട് അല്ലാത്ത ആണ് നമ്മൾ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിലൊഴിക്കുന്ന യങ്ങേഴ്സ് ഇവർക്കൊക്കെ വേണ്ടി ഒരു സിമ്പിൾ ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. അത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം ഉപയോഗിച്ചുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്കത് ഈസിലി അവൈലബിൾ ആണ്. ആ സാധനം നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കിന്നിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചുള്ള ഇതാണ് ആൻറ്റി ഏജിങ് ആണ്. സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളെല്ലാം മാറാനും സ്കിൻ ടോൺ നല്ല മെച്ചപ്പെടുത്താനും നല്ല ബ്രൈറ്റായിട്ട് തോന്നാനും ഇത് വളരെയധികം സഹായിക്കും. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് അന്നേരം നിങ്ങൾക്ക് കുറച്ച് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാനിത് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയുക. ഇതുവരെ എൻ്റെ ചാനലിൽ ഒരുമാതിരി അവിയൽ പരുവത്തിലാണ് എല്ലാം വന്നിരിക്കുന്നത്. കുക്കിംഗ് ഉണ്ട്, ഇതുണ്ട്, ബ്യൂട്ടി ടിപ്സ് ഉണ്ട്, ബാക്കി മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം കാണണം. കണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, അവരോട് സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഗോതമ്പ് പൊടി, ആട്ട ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, 2 ടീസ്പൂൺ ആട്ട. പിന്നെ വേണ്ട സാധനം ഇച്ചിരി തേനുണ്ട്, ഹണി അത് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഡയലൂഷന് വേണ്ടിയാണ്. റോസ് വാട്ടർ അവൈലബിൾ ആണ്, റോസ് വാട്ടർ ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ റോസ് വാട്ടർ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ. പിന്നെ വേണ്ട സാധനമാണ് വൈറ്റ് ഓട്സ്, പ്ലെയിൻ, ഒരു ഫ്ലേവറൊന്നും ഇല്ലാത്ത വൈറ്റ് ഓട്സ്. അതെ. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാം. കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കസ്തൂരി മഞ്ഞളൊക്കെയാണ് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന സാധനമാണ് റവ. ഇത് റോസ്റ്റഡ് റവയാണ്. എനിക്ക് എൻ്റെ കൈ കിട്ടുന്ന സാധനങ്ങളാണ് എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇത് റോസ്റ്റഡ് റവ. ഇത് ജസ്റ്റ് ഇത്ര ഇടുന്നുള്ളൂ, അധികം ഇടുന്നില്ല. നമുക്കൊരു സ്ക്രബ്ബറിൻ്റെ ഒരു യൂസാണ്. അതിന് വേണ്ടി ഞാൻ ഹണിയുണ്ട് അതിനകത്ത്, 1 ടേബിൾ സ്പൂൺ ഹണി, ഒരു ഇച്ചിരി റവ ഇടുന്നുണ്ട് അതിനകത്ത് ഞാൻ. ഇത് നമ്മൾ ഇത് തേക്കുമ്പോഴത്തേന് അത് നമുക്കൊരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റ് വരും. പിന്നെ എനിക്ക് ഗോതമ്പൊടി ഇട്ട് ഫേസ് പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ടു. ഈ ഓട്സ് വളരെ നല്ലതാണ്, ബ്രൈറ്റനിങ്ങിനും വളരെ നല്ലതാണ്. ഇതും നമുക്കൊരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റാണ് ഇതും തരുന്നത്. അപ്പോൾ ഓട്സും ഇട്ടു. പിന്നെന്താണെന്ന് വെച്ചാൽ ഓട്സ് ഇട്ട് ഒത്തിരി നേരം അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായിട്ട് അലിഞ്ഞ് അതിനകത്തങ്ങ് ചേർന്ന് പോവും. ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ട സാധനം പാല്, തൈര്, അല്ലെങ്കിൽ ഹണി തന്നെ വേണമെങ്കിൽ നല്ലോണം ഇത് മിക്സ് ചെയ്യാം. ഇപ്പം ഹണി എൻ്റെ കയ്യിൽ അത്ര ഉണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. സാധാ മിനറൽ വാട്ടർ, സാധാ വെള്ളം. ഇത് ഈ കൺസിസ്റ്റൻസിയിൽ അത് ഡയലൂട്ട്, ഒത്തിരി വെള്ളമായിപ്പോയാൽ നമ്മുടെ സ്കിന്നിൽ അത് പറ്റിയിരിക്കത്തില്ല. ഈ ഒരു പരുവത്തിന് അത് കുഴച്ചെടുക്കുക. ഇത് വെട്ടി കാണിക്കാം. ഞാൻ എൻ്റെ കയ്യനാണ് വെട്ടി കാണിക്കുന്നത്. എൻ്റെ കൈ എന്ന് വെച്ചാൽ ഭയങ്കര ചുളിവും ഒക്കെ ഉള്ളൊരു കൈയാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ആൻറ്റി ഏജിങ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്ത് സാധനവും അപ്വേർഡ് പൊസിഷനിൽ നമ്മൾ തേക്കാൻ പാടുള്ളൂ. ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ എടുക്കരുത്. നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അത് ഫേസിലാണെങ്കിൽ തന്നെ നമ്മുടെ താടി മുതൽ അങ്ങനെ മുകളിലോട്ട് അങ്ങനെ തേക്കുക. കഴുത്തേൽ തേക്കണം, ചെവിയിൽ നമ്മൾ തേക്കാൻ മറക്കില്ല. അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക. ഇത് ഉണങ്ങുന്നതനുസരിച്ച് ഒരു 2-3 കോട്ടിങ്ങായിട്ട് അപ്ലൈ ചെയ്യണം. ഈ റവയാണെങ്കിൽ നമുക്കത് നല്ലൊരു സ്ക്രബ്ബറാണിത്.
2 3 ലെയറായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക. ഫേസിൽ, കഴുത്തിൽ ഒക്കെ. പേനുള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു സ്റ്റിക്കി ടൈപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും നമ്മളിങ്ങനെ തേച്ച് ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ഫേസ് പാക്ക് ഇടുന്നത് നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആക്കുക. ക്ലീനാക്കി പറ്റിയാൽ ഒരു കോട്ടൺ ടവലോ വല്ല ഒരു ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ മുക്കിയിട്ട് ഫേസിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഇതെല്ലാം ഹോൾസ് എല്ലാം ഓപ്പണായി നമുക്ക് ഇതെല്ലാം നല്ലോണം അബ്സോർവ് ആകും. നല്ലൊരു ഫെയർനെസ്, ഒരു ഇമ്പാക്റ്റ് നമുക്കതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം എപ്പോഴും അങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഫേസ് നല്ലോണം സോപ്പ് ആൻഡ് വാട്ടർ ക്ലീൻ ചെയ്ത് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളവർ 20+, 25+ ഉള്ളവരെല്ലാവരും എപ്പോഴും ചെയ്യുമ്പോൾ ഫേസിൽ അപ്വേർഡ് പൊസിഷനിൽ എന്ത് ഫേസ് പാക്ക് ആയാലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. എൻ്റെ 2 കൈ നോക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര ചുളിവുള്ള, ഭയങ്കര എല്ലാവരും പറയാം അമ്മച്ചിമാരുടെ കൈ പോലത്തെ കൈയാണ് എൻ്റെ ഫേസും കൈയും തമ്മിൽ അത്ര വലിയ സാമ്യമില്ല. ഭയങ്കര ഡിഫറൻസ് ഉള്ളൊരു ഇതാണ് എൻ്റെ കൈ. നല്ല പ്രായം തോന്നിക്കുന്ന ടൈപ്പ് ചുളുങ്ങി അങ്ങനത്തെ കൈയാണ്. വണ്ണമില്ല, ചുളുങ്ങിയൊരു കൈയാണ്. ഇനി നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു 20 മിനിറ്റ് നമുക്കിങ്ങനെ ഇരുന്നിട്ട് നമുക്കത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കാം. ഞാനത് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കഴുകി കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. എൻ്റെ കൈയുടെ ആ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ മാറി. നോക്കാം, നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ഇതും കളറുണ്ടെന്നല്ല, ഇല്ലെന്നല്ല, അത് കണ്ടോ ഈ കയ്യിലെ ചുളിവുകൾ കണ്ടോ, അത് വെച്ച് നോക്കിയാൽ ഒരു 10 മിനിറ്റ് കഷ്ടിച്ച് ഞാൻ ഇരുന്നുള്ളൂ. അപ്പം തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ് അറിയാനുണ്ട്. ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് നല്ലതാണ്, അതിൻ്റെ വിസിബിളായ ഒരു ഇതാണ്, റിസൾട്ടാണ്. കാരണം ഇത് നല്ല ചുളിവുകളും ഒക്കെ ആയിട്ട് ഇത് ഈ കൈ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം, നല്ല ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ. ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുകയും ചെയ്തു. ഇത് ചുളിവുകളൊക്കെ മാറി നല്ല തെളിച്ചമുണ്ട്. അപ്പം ഇത് കയ്യെ ഞാൻ കാണിച്ചത്, എൻ്റെ കൈ നല്ല ചുളിവുകളുള്ള കൈ ആയതുകൊണ്ടാണ് ഞാൻ കയ്യെ കാണിച്ചത്. ഫേസിൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് നിങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അന്നേരം മാക്സിമം നിങ്ങൾ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ വലിയുകയും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കാരണം നമ്മുടെ സ്കിൻ അവിടെ പാടുകളുണ്ടാവാനും ചുളിവുകൾ വീഴാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്താലും അന്നേരം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾ റെസ്റ്റ് തന്നെ ചെയ്യുക. മെൻ്റലി സ്ട്രെസ്സൊന്നും എടുക്കരുത്. നെറ്റിയുടെ അവിടെ ചുളിവുകൾ വീഴും. അതുകൊണ്ടാണ് മെയിൻലി പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇത് 25+ ഉള്ള എല്ലാ ആൾക്കാർക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ 2 പേർക്കും യൂസ് ചെയ്യാവുന്ന നല്ലൊരു സിമ്പിൾ ആൻഡ് നല്ല അവൈലബിളായിട്ട് ഹോംലി അവൈലബിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുള്ള നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്ക് ഇതിൻ്റെ സൗണ്ടിൽ സംതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, മൈക്ക് മാറിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് കാരണമാണ്. നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും മുന്നോട്ടും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു.